ഗുരുവിനെ നിസ്സാരമാക്കിയാൽ അവനിൽ നിന്ന് പഠിച്ചത് മറക്കും. ഒന്ന്. രണ്ടാമത്തേത് ഫൗത്തു റിസ്ഖ്, ഒജീനം മുട്ടും. ഗുരുവിനെ നിസ്സാരമാക്കിയാൽ ഒജീനം മുട്ടും. സൂപ്പർ മാർക്കറ്റ് തുടങ്ങി പൊളിഞ്ഞു, ജ്വല്ലറി തുടങ്ങി പൊളിഞ്ഞു, കുവൈത്ത് പോയ മാതിരി തന്നെ, ഖത്തർ പോയി ജയിലിലായി. വേഗം ആലോചിക്ക, ഏത് ടീച്ചറെ മഷി കുടഞ്ഞത്? പെട്ടെന്ന് ആലോചിച്ചു നോക്കുക, ഏത് ടീച്ചറെയാണ് മഷി കുടഞ്ഞിട്ടുള്ളതെന്ന് ആലോചിക്കുക. വരിക, വേഗം വരിക, ടീച്ചറെ പോയി കാണുക, പൊരുത്തപ്പെടിക്കുക, പോവുക, രണ്ടാമത് നേരവും. ഒജീനം ഒരാൾക്ക് ഭക്ഷണം തടയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തതാണ്. ഞാൻ പറഞ്ഞതാണെങ്കിൽ അല്ല സംശയിക്കേണ്ടുള്ളൂ, പുണ്യ നബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൗത്തു റിസ്ഖ്, ഗുരുവിനെ നിസ്സാരമാക്കിയവന് റിസ്ക് തടയപ്പെടും. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, റിസ്ക്കിലേക്കുള്ള എല്ലാ വഴിയും റിസ്ക്കാണ്. ഭക്ഷണത്തിലേക്കുള്ള എല്ലാ വഴികളും റിസ്ക്. ഭക്ഷണം, ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ ഉപാധികൾക്കും റിസ്ക് എന്ന് തന്നെ പറയാം. അത് ചിലപ്പം ഗ്ലൂക്കോസ് കുത്തിയ കയറൂല, സാധനം കുത്തിയ കയറണ്ട, മേലക്ക് കയറൂല, അതൊരു റിസ്ക്. ചിലപ്പോ അത് റിസ്കോ. ജീവിക്കാൻ ആവശ്യമായ ഉപാധികൾക്കാണ് റിസ്ക് എന്ന് പറയുന്നത്. അത് ചിലപ്പോ ഓക്സിജൻ ആയിരിക്കും, പലതും ഉണ്ടാവും. ഒജീനം തടയപ്പെടുക, റിസ്ക് തടയപ്പെടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ മാർഗം അവന് തടയപ്പെടും. മൂന്നാമത്തേത് സൂഉൽ ഖാത്തിമ, അന്ത്യം ചീത്തയായി മരിക്കും ഗുരുവിനെ നിസ്സാരമാക്കിയവൻ. എന്താ അന്ത്യം ചീത്താകുക എന്ന് പറഞ്ഞാല്? അന്ത്യം നന്നാവുക എന്ന് പറഞ്ഞാൽ എന്താ? അന്ത്യം നന്നാവുക എന്ന് പറഞ്ഞാല് ഓൻ എങ്ങനെയാണ് മരിച്ചത് എന്ന് ആളുകളോട് പറയാൻ പറ്റുന്ന രൂപത്തിലാകുന്നതിനാണ് നല്ല മരണം എന്ന് പറയാം. നമ്മളൊരാൾ മരിച്ചു, നമ്മളവിടെ ചെന്നാല് ചോദിക്കും, എന്തായിരുന്നു വാപ്പാക്ക് ദണ്ണം, എന്തേ ഇപ്പൊ അവസാനം എന്തേ ഉണ്ടായി എന്ന് ചോദിക്കും. അപ്പൊ മോൻ പറയും, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, ഷുഗർ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു, എന്നാലും മരുന്ന് കഴിച്ച് ഇങ്ങനെ പോകുകയായിരുന്നു. അതിന്റെ ഇടയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മരിച്ചവർക്ക് യാസീനൊക്കെ ഓതി കുട്ടികളോടൊക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ വാപ്പ നല്ല ഇങ്ങനെ ഇരിക്കണേന്റെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ശ്വാസം മുട്ട് ഇങ്ങനെ വന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല, കട്ടിലും എങ്ങനെയാണ് പടിഞ്ഞാട്ട് തിരിഞ്ഞു കിടന്നങ്ങാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലിങ്ങാണ്ട് നീട്ടി 2 ശ്വാസം വിട്ടു. പിന്നെ വാപ്പ മുണ്ടിയില്ല. അത് പറയുമ്പോ തന്നെ ഉള്ളൊരു രസം ഉണ്ടല്ലോ. വേറെ ചില ആൾക്കാർ മരിച്ചു കൊടുത്ത് വന്നിട്ട് എങ്ങനെ എന്തേ വാപ്പാക്ക് ദണ്ണെന്ന് ചോദിച്ചാലും, ദണ്ണെന്ന് ചോദിക്കാന്ന് മാത്രമല്ല, വാപ്പ എങ്ങനെ മരിച്ചെന്ന് ആരും ചോദിക്കാതിരിക്കട്ടെ എന്ന് ആലോചിക്കും. അല്ലെങ്കിലോ എന്തേ മൂപ്പർക്ക് എന്തായിരുന്നു ദണ്ണെന്ന് ചോദിച്ചാൽ പറയും, ആ ഒന്നും ഇപ്പൊ പറയണ്ട, മരിച്ചു പോയില്ലേ എന്ന് പറയുകയാണെങ്കിൽ നാട്ടുകാരോട് പറയാൻ പറ്റിയ കോലത്തിലല്ല എന്ന് മനസ്സിലാവും. നല്ല മരണം എന്ന് പറഞ്ഞാൽ ആളുകളോട് പറയാൻ കഴിയുന്ന രൂപത്തിലാവുക. ചീത്ത മരണം എന്ന് പറഞ്ഞാൽ ആളുകളോട് പറയാൻ കഴിയാത്ത തരത്തിൽ ആയിത്തീരുക. നല്ല മരണം ഗുരുവിനെ ആദരിച്ചവനുണ്ടാവും തന്നെ സംഗതി. അപ്പൊ എന്താ പറയാൻ കാരണം വെച്ചാൽ 4000 ഉസ്താദുമാരുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ്ന മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു ഗുരു വളരെ പ്രധാനമാണ്. ഗുരു വളരെ പ്രധാനമാണ്. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാലേ നമ്മൾ നേരാവുള്ളൂ. കുടുംബജീവിതം നേരാവാൻ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മക്കള് നേരാവാൻ 4 കാര്യം, കുടുംബജീവിതം നേരാവാന് 2 കാര്യം. 2 കാര്യം ശ്രദ്ധിച്ചാല് 4 കാര്യം നേരാവും. 2 കാര്യം ശ്രദ്ധിച്ചാല് 4 കാര്യം നേരാവും. എന്താ 2 കാര്യം? പരിശുദ്ധ ഖുർആനില് പെണ്ണട്ടിയാൻ പറഞ്ഞ ഒരു ആയത്തുണ്ട്, കല്യാണം കഴിക്കാൻ പറഞ്ഞ ഒരു ആയത്തുണ്ട് ഖുർആനില്, സൂറത്തുർ റൂമില്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. ومن آياته അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങളുടെ അൻഫുസിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ പടച്ചു. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ സമാധാനത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അല്ലാഹു തആല ഇണകളെ സംവിധാനിക്കുന്നത്. വജഅല ബൈനക്കും, അതിനുവേണ്ടി അല്ലാഹു നിങ്ങൾക്കിടയിൽ ആക്കിയിരിക്കുന്നു മവദ്ദതൻ, സ്നേഹത്തെ, വറഹ്മതൻ, വാത്സല്യത്തെ. സ്നേഹവും വാത്സല്യവുമാണ്
കുടുംബജീവിതത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ: സ്നേഹം, വാത്സല്യം. ഈ ശരിക്കും അറബിക്ക് കറക്റ്റ് മലയാളം കിട്ടൂല. പിന്നെ നമ്മൾ ഉള്ള മലയാളത്തിൽ നിന്ന് പറ്റുന്നത് തിരഞ്ഞെടുക്കുകയാണ്. മവദ്ദത്ത് എന്നുള്ളതിന് നമ്മൾ അർത്ഥം പറഞ്ഞത് സ്നേഹം എന്നാണ്. റഹ്മത്ത് ഉള്ളതിന് പറഞ്ഞ അർത്ഥം വാത്സല്യം എന്നതാണ്. ഏത് ഭാഷക്കും മറ്റൊരു ഭാഷയിൽ തുല്യമായ വാക്കുണ്ടാവില്ല. തുല്യമായിട്ട് വേറെ വാക്കുണ്ടാവില്ല. ഓരോ ഭാഷയും ഓരോന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്ര അയച്ചപ്പോൾ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന തരത്തിൽ യാത്രയാക്കിയത്. ഓരോ നബിമാരെയും അയക്കുന്നത് അവരുടെ ഭാഷയിലാണ്, അല്ലാതെ നബിമാരെ ഭാഷ ഓലും ഇങ്ങോട്ട് പഠിക്കലല്ല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തരോടും സംസാരിച്ചത് അവരുടെ ഭാഷയിലാണ്. അമിനം ബിർരിം സിയാമും ഫിം സഫർ. ഒരാൾ വന്ന് നബിനോട് ചോദിച്ചു, ഏതോ കാട്ടു താമസിക്കുന്ന ഒരാളാ, മൂപ്പര ഭാഷയിൽ ചോദിച്ചു എന്ത്? അമിനം ബിർരിം സിയാമും ഫിം സഫർ. ഗ്രാമറൊന്നും നോക്കൂല. മുസ്തഫ നബി തങ്ങൾ അതിന് മറുപടി പറഞ്ഞു, ലൈസ മിനം സിർരിം സിയാമും ഫിം സഫർ, ലൈസ മിനം സിർരിം സിയാമും ഫിം സഫർ എന്ന് മറുപടി പറഞ്ഞു. മൂപ്പര ഭാഷയിൽ തന്നെ പറഞ്ഞു. ഓരോ നബിമാരെയും അള്ളാഹു അയക്കുന്നത് അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന തരത്തിലാണ്. എന്തേ കാരണം? ഭാഷാന്തരത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ട് വാക്കിന് മലയാളത്തിൽ പറ്റാവുന്ന ഒരു വാക്ക് പറഞ്ഞു. മവദ്ദത്ത് സ്നേഹം, റഹ്മത്ത് വാത്സല്യം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ കുടുംബജീവിതം നേരാവും. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം എന്ന് പറഞ്ഞാല് അത് മനസ്സിന്റെ ഒരു പ്രത്യേകമായ അവസ്ഥയാണ്. അതെങ്ങനെയാ മനസ്സിലാവുക? സ്നേഹം മനസ്സിലാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി സംസാരമാണ്. വാക്കിലൂടെയാണ് മനസ്സിലാവുക. എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, അത് സ്നേഹത്തിന്റെ ഒരു വാക്കാണ്. മലയാളത്തിലും പറയാം, അറബിയിലും പറയാം, ഇംഗ്ലീഷിലും പറയാം, ഏത് ഭാഷയിലും പറയാം. എനിക്ക് നിന്നോട് ഇഷ്ടമാണ്. ഇതിപ്പോ കുറെ ആണുങ്ങളിന്റെ മുമ്പിലുണ്ട്, കുറെ പെണ്ണുങ്ങൾ അപ്പുറത്തുണ്ടാവും. മുന്നിലുള്ള ആളുകൾ ആരും മറുപടി പറയണ്ട, പക്ഷെ മനസ്സിൽ ചോദിക്കുക. സംഗതി ഇപ്പൊ ഈ ഇരിക്കണേല് ഭൂരിഭാഗവും കല്യാണം കഴിച്ചവരാണ്. ഏകദേശം ഇങ്ങനെ കണ്ടാല് കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കല്യാണം കഴിച്ചവരാണ്. നിങ്ങൾക്കൊക്കെ നിങ്ങളെ ഭാര്യമാരോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, അതിൽ യാതൊരു തർക്കവും ഇല്ല. ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കൊക്കെ ഇഷ്ടമില്ലാത്തുണ്ടെങ്കിലുള്ളൂ, ബാക്കിയൊക്കെ ഇഷ്ടമായിരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് 15 കൊല്ലമായിട്ടുണ്ട്. ഈ 15 കൊല്ലത്തെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എനിക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. മറുപടി പറയണ്ട, മനസ്സ് പറഞ്ഞാൽ മതി. ഞാൻ കാണണ്ട, നിങ്ങൾ കണ്ടാൽ മതി. അവനാൻ പറയണ മറുപടി അവനാ കണ്ടാൽ മതി. വേറൊരാളും. സ്നേഹം എന്ന് പറഞ്ഞ സാധനം പറയാതെ മനസ്സിലാവില്ല. സ്നേഹം ഒരിക്കലും പറയാതെ മനസ്സിലാവില്ല. അപ്പൊ നമ്മളെങ്ങനെ വിചാരിക്കും, അതിപ്പോ പറഞ്ഞിട്ടുവാണോ എനിക്ക് ഉണ്ട് നോക്കാണ്ട് അറിയില്ലേ എന്ന്. എന്നാ പിന്നെ തിരിച്ചു കൊണ്ട് അറിയേണ്ടി വരും. അതന്നെ. അപ്പൊ എന്താ ഉണ്ടാകുക? പെയിന്റിങ്ങിന് വന്ന ആള് പറയും എനിക്ക് അന്ന് ഇഷ്ടമാണ്, അപ്പൊ ഓൻ്റെ ഒപ്പം പോകും. പെയിന്റിങ്ങിനോട് എനിക്ക് യാതൊരു ദേഷ്യമില്ല. അല്ലെങ്കിൽ മീനേറ്റ് വരുന്ന ആള് പറയും എന്ത്, മീൻ ഇങ്ങനെയാണ് തൂക്കിയിട്ട് കൊടുത്തപ്പോ എന്ത് പറഞ്ഞു, എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രാത്രി ഓൻ്റെ ഒപ്പം പോയി. തന്നെ സംഗതി പറഞ്ഞോൻ്റെ ഒപ്പം പോകും. അത് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളൊപ്പം പോരും. അവനാന്റെ പെണ്ണുങ്ങളോട് അവന് 6 മാസം കൂടുമ്പോ പറഞ്ഞാൽ മതി. എന്നും പറയണ്ട. എന്നും പറയണമെന്ന് ഞാൻ പറഞ്ഞില്ല, വേണ്ടേ. ഇന്ന് സാലിം പൈസി പറഞ്ഞതിന്റെ പേരിലെങ്കിലും പറയാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഓളുങ്ങളൊപ്പം നിൽക്കും. സംഗതി പിന്നെ ഇജുപ്പ ക്ലാസ്സിന് പോന്നിന്നല്ലോന്നേ. സംഗതി ഇത് പറയണം എന്ന് മൂപ്പര് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മോളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? അതൊന്നും പറഞ്ഞിട്ട് പോളിൻ്റെ ഒപ്പം നിൽക്കണ്ടെന്നാണ് തീരുമാനമെങ്കിൽ പറയണോന്റെ ഒപ്പം പോയിരിക്കും. സ്നേഹം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. സ്നേഹം പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. മറക്കപ്പുറത്തുള്ള സ്ത്രീകളും ഇത് കേൾക്കുന്നുണ്ട്, അവരും ഇത് തന്നെ. സ്നേഹം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഒന്നാമത്തെ കാര്യം സ്നേഹം പറയണം. ഇപ്പൊ എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട് എന്ന് വിചാരിക്കാം, ഞാനത് പറഞ്ഞില്ല. ഞാനത് പറയാതെ എങ്ങനെ ഇരുന്നാല് നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയത് മനസ്സിലാവുക? സ്നേഹം പ്രകടനത്തിലൂടെ മനസ്സിലാവുന്നതല്ല. ഇനി പ്രകടനത്തിലൂടെ മനസ്സിലാവുന്ന വെച്ചാൽ തന്നെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനം വാക്കാണ്. സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനം വാക്കാണ്, സംസാരമാണ്.
അതുകൊണ്ട് നമ്മൾ സ്നേഹത്തിന്റെ വാക്ക് പറയാൻ കഴിയണം. ഇപ്പൊ നമ്മളെ ഈ സദസ്സിലേക്ക് ഒരു ചെറിയ കുട്ടി വന്നു എന്ന് വിചാരിക്കുക, ചെറിയ കുട്ടി. അപ്പൊ കുട്ടിനെ വിളിച്ചിട്ട് നമ്മൾ ചോദിച്ചു, മോനെ എനിക്ക് ഉമ്മാനെ ഉപ്പാനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാല് നോർമലായ ഒരു കുട്ടി പറയാ ഉമ്മാനെയാണ് നല്ല ഇഷ്ടം എന്നാണ്. ഏതെങ്കിലും ഒരു കുട്ടി വാപ്പാനെ എന്ന് പറഞ്ഞാല് അബ്നോർമൽ ആണോ എന്ന് സംശയിക്കണം. എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാവും അങ്ങനെ പറയാൻ, ഉമ്മാനെ എന്നാണ് പറയാ ഏത് കുട്ടിയാണ്. പക്ഷെ വാപ്പാന്റെ സാന്നിധ്യത്തിൽ ചോദിച്ചാൽ പറഞ്ഞോണമെന്നില്ല. കാരണം മൂപ്പര മീശയൊക്കെ കൂടിയും കാണുമ്പോൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ള ബേജാറുകൊണ്ട് ചിലപ്പം കുട്ടി പറയുന്നത് വാപ്പാനെ. വാപ്പ ഇല്ലാത്ത സമയത്ത് ഒരു കുട്ടീനെ സ്വകാര്യത്തിൽ വിളിച്ചിട്ട് ചോദിക്കാം, മോനെ എനിക്ക് ഉമ്മാനെ ഉപ്പാനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഉമ്മാനെ എന്നാ പറയാം. എന്താ കാരണം കാര്യങ്ങൾ? അതിന്റെ കാരണം എന്താ വെച്ചാൽ ഉമ്മ കുട്ടിയോട് സ്നേഹത്തിന്റെ ഒരുപാട് വാക്കുകൾ പറയുന്നുണ്ട് എന്നതാണ്. വാപ്പ കുട്ടിനെ വിളിക്കുകയാണെങ്കിൽ അവന്റെ പേര് വിളിക്കും അബ്ദുറഹ്മാൻ. ഏറി വിളിച്ചാൽ ഒരു ഓമനപ്പേരും കൂടിയും വിളിക്കും, കുഞ്ഞുട്ടി, മാനു, കഴിഞ്ഞു. ഇമ്മണ്ട് വിളിക്കാൻ തുടങ്ങിയാൽ സ്നേഹത്തിന്റെ കുറേ വാക്കുണ്ടാവും. മാനേ, തേനെ, മാണിക്കക്കല്ലേ, ചക്കരക്കുടമേ, എന്തൊക്കെ പേരാ വിളിക്കുക. അവനെ ഭാര്യമാരങ്ങനെ ഒന്ന് വിളിച്ചു നോക്കാണി ആരൊപ്പം പോവില്ല. അല്ല, ഭാര്യമാര് തിരിച്ചിങ്ങോട്ടും വിളിക്കട്ടോ. ഞാൻ അതിപ്പോ മുന്നിൽ നിങ്ങളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞൊടുക്കി ഉസ്താദേ എന്ന് മറന്റെ അപ്പുറത്തുനിന്ന് പറയാനൊന്നും നിൽക്കണ്ട, ഓൽക്കും ഇങ്ങോട്ടും വിളിക്കാവുന്നതാണ്. എന്നാ പിന്നെ ഓല് വിളിക്കട്ടെ എന്ന് കരുതി ഇങ്ങളും കാത്തിക്കണ്ട, ഇങ്ങള് വിളിക്കട്ടെ എന്ന് കരുതി ഓലും കാത്തിക്കണ്ട. കാത്തിക്കല് ബാക്കിയാവും. വസ്ത്രം വന്നാ പോവുക എന്നെ കാത്തുക്കാൻ നിൽക്കണ്ട. ഇന്നെ ഇന്ന് രാത്രി തന്നെ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളിത് പറയാൻ തയ്യാറുണ്ടോ? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ചുണ്ട് ചെവിന്റെ അടുത്തേക്ക് ഇങ്ങനെ വെക്കുക, നേരിയ നിലയിൽ ചുണ്ട് പടന്ന് ഇങ്ങനെ തട്ടിക്കുക. എന്നിട്ട് പറയുന്നത് സംഗതി എന്നോട് എന്നോ ഞാൻ പറയേണ്ടതായിരുന്നു, ഉസ്താദ് പറഞ്ഞപ്പോഴാണത് മനസ്സിലായത്, എനിക്കെന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ഡേറ്റ് എഴുതി വെക്കുക. 6 മാസം കഴിയുമ്പോൾ ഒന്നുകൂടിയും പറയാം. 6 മാസം കഴിയുമ്പോൾ ഓരോ ഡോസ്. ക്ലിയർ? സംഗതി ക്ലിയർ? ഇത് ഞങ്ങൾ ചുരുക്കാൻ വേണ്ടി പറയല്ല കേട്ടോ. ഈ ഒരു സംസാരം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. സംസാരമില്ല നമുക്ക്. ഞാൻ ഇപ്പൊ കുറച്ച് സമയം നിങ്ങളെ മുഖത്തുനിന്ന് കണ്ണെടുത്ത് നോക്കണ്ടേ, അപ്പൊ എടുക്കൂല നിങ്ങളെല്ലാരും മൊബൈല്. ഞാൻ ഒറ്റ മനുഷ്യനെയും വിടാതെ നോക്കണോണ്ടല്ലേ നിങ്ങൾ മൊബൈൽ എടുക്കാത്ത? അല്ല, ഇപ്പൊ എടുക്കും മൊബൈല്. നമുക്ക് നേർക്ക് നേരെ വർത്താനം പറയാൻ സമയമില്ലല്ലോ. നേർക്ക് നേരെ വർത്താനം പറയാൻ സമയമില്ല. 3 സമയം ഉപയോഗപ്പെടുത്തിയാൽ ഒരു മനുഷ്യൻ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയിയാകുമെന്നാണ്. 3 സമയം ഉപയോഗപ്പെടുത്തിയാൽ. ഒന്നാമത്തെ സമയം രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള 1.5 മണിക്കൂർ സമയം. രണ്ടാമത്തേത് ഓഫീസിൽ എത്തിയ ഉടനെയുള്ള 1 മണിക്കൂർ സമയം. മൂന്നാമത്തേത് വീട്ടിൽ തിരിച്ചെത്തിയാലുള്ള 1/2 മണിക്കൂർ സമയം. മൊത്തം 3 മണിക്കൂർ. രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള 1.5 മണിക്കൂർ സ്വന്തം കാര്യത്തിന്. സ്വന്തം കാര്യം എന്ന് പറഞ്ഞാൽ നടക്കേണ്ടവർ നടക്കുക, സുബഹിസ്കരിക്കുക, ഖുർആൻ ഓതുക, കുളിക്കുക, വസ്ത്രം ഡ്രസ് അയൺ ചെയ്യുക, അങ്ങനെയുള്ള ബാത്റൂം പോകുക, ബ്രഷ് ചെയ്യുക. സ്വന്തം കാര്യത്തിന് 1.5 മണിക്കൂർ. ഓഫീസിൽ ചെന്ന ഉടനെയുള്ള 1 മണിക്കൂർ. വളരെ പ്രയാസകരവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം ആദ്യത്തെ 1 മണിക്കൂറിൽ ചെയ്തു തീർക്കുക. ഓഫീസ് ചെന്നാൽ, അല്ലെങ്കിൽ കടയിൽ ചെന്നാൽ, അല്ലെങ്കിൽ കച്ചവടം തുടങ്ങിയാൽ, അല്ലെങ്കിൽ പീടി തുറന്നാൽ, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് തുറന്നാൽ, ജ്വല്ലറി ചെന്നാൽ, എവിടെയാണെങ്കിലും ജോലിക്ക് 1 മണിക്കൂർ കൊണ്ട് ഏറ്റവും പ്രയാസമുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം ചെയ്തു തീർക്കുക. വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെയുള്ള 1/2 മണിക്കൂർ ഭാര്യക്ക് മാത്രമായി ഒഴിച്ചു കൊടുക്കുക. മൊബൈലൊക്കെ കണ്ട് ഓഫാക്കിയിട്ട് സൈലന്റ് ആക്കി ഒരു ഭാഗത്ത് കമഴ്ത്തിയോടെ വെക്കുക. എന്നിട്ട് ഇരുന്ന് കൊടുക്കുക. 30 പേർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാനും അതിന്റെ മറുപടി അങ്ങോട്ട് പറയാനും. ചെന്ന ഉടനെയുള്ള 1/2 മണിക്കൂറായിരിക്കണം. നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ട് എന്നാ ഇഞ്ഞ് പറയും. ഇങ്ങനെ തോന്നുമ്പോ പറയാൻ നിൽക്കല്ലോ ഓള് വന്നേക്കിന് പറയാനുള്ളത് തരുന്നു. അത് വന്നേക്കിന് തന്നെ അവസരം കൊടുക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് അവസരം കൊടുത്തിട്ടൊരു കാര്യമില്ല. അല്ല, അതിന് സമയമായിട്ടില്ലെങ്കിലോ? സമയമായിട്ടില്ലെങ്കിൽ ഇപ്പൊ 4 വരി പാതയ്ക്ക് വരികയല്ലേ, പാലത്തിന്റെ ചോട്ട് പോയി നിൽക്കുക. എന്നിട്ട് എന്തൊക്കെയാണോ മൊബൈലിൽ ചെയ്ത് തീർക്കാനുള്ള വെച്ചാൽ അത് മുഴുവൻ ചെയ്ത് തീർത്ത് ഓഫാക്കാൻ സമയമായിട്ട് പെരേക്കാൻ പോയാൽ മതി. 1 മണിക്കൂറും കൂടി വൈകിയാൽ ഒരു കുഴപ്പമില്ല.